അന്യം ആർമീസ്. അപ്പൊ ഇന്നലെ വിവേഴ്സില് ആറം, ജിൻ, ജിമിൻ, ജങ്കുക്, വി ഇവർ അഞ്ചാളും കൂടെ ലൈവ് വന്നിരുന്നു. ഇനി ഈ ഒരു ലൈവില് ജങ്കുക്ക് എൻഡിങ്ങിലായിരുന്നു കേട്ടോ വന്നിരുന്നത്. ബാക്കി 4 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഏകദേശം 1 മണിക്കൂർ ഒരു 50 മിനിറ്റോളൊക്കെ നീണ്ടു നിന്ന ലൈവ് ആയിരുന്നു അഞ്ചാളും കൂടെ വന്നിരുന്നത്. ഇനി ഈ ഒരു ലൈവിന്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയാട്ടോ. അപ്പൊ ഈ ഒരു ലൈവിന്റെ തുടക്കത്തിൽ നമുക്ക് അവിടെ കിം ബ്രദേഴ്സിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കിം ത്യോങ്, കിം സോക്സിൻ, കിം നോംജുൻ. പിന്നെ ഇവരിങ്ങനെ ഈ ഒരു വൈഫൈന്റെ കാര്യം, കമന്റ്സ് വരാത്ത കാര്യം, റേഡിയോത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഫുഡ് കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഈ ഒരു ലൈവ് വന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ആദ്യം ഇവർ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ജിമിനും കൂടി ഉണ്ട്. ജിമിൻ അപ്പുറത്താണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവര് ലൈവ് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജിമിൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നംജിനൊരു ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നംജിനൊരു സൂപ്പ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൽ ചിക്കൻ ഒന്നും കിട്ടാല്ല. അപ്പൊ നംജിന് ചിക്കൻ ഇല്ലാത്തന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, സ്റ്റാഫ് പിന്നെ പറയുന്നുണ്ട് ആ ഒരു ചിക്കന്റെ ബോക്സ് തുറന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിക്കന്റെ ബോക്സ് തുറക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ തേന്റെ ഐക്കോണിക് തുമ്മലുണ്ടല്ലോ, ആ ഒച്ചത്തിലുള്ള ആ തുമ്മൽ തേ ബാക്കിലിരുന്ന് തുമ്മുമ്പോ ജിൻ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവരവിടെ അതിന്റെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇതാണ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫുള്ള് കാലറി ബേൺ ചെയ്യുന്നതിന്റെ വർത്താനായിരുന്നു കേട്ടോ. അതായത് അവരിപ്പോ സ്പെയിനിലാണ്. അപ്പൊ അവിടെ ഭയങ്കര ചൂടാണ്. മദ്രിദിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടെ ഭയങ്കര ചൂടാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇവരെ കലോറി പെർഫോം ചെയ്യുമ്പോൾ ബേൺ ചെയ്യണ്ടോ, അതോ വെറുതെ ഈ ഒരു ഭയങ്കരമായിട്ട് വേർക്കുമല്ലോ, അപ്പൊ ആ വേർപ്പിൽ അവരെ വെള്ളം മാത്രമാണോ പുറത്തു പോണത്, കുടിക്കുന്ന വെള്ളം മാത്രമാണോ വേർത്ത് പോണത്, അങ്ങനെ ആ ഒരു ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് ഈ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടായിരിക്കുമ്പോൾ അവിടെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേർക്കും, ഓവറായിട്ട് വേർക്കും. അപ്പൊ അതിലവര് കലോറി മാത്രമല്ല പോണത്, ആ അങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ വേർക്കുമ്പോൾ കൂടുതൽ വാട്ടർ വെള്ളം കുടിച്ചതൊക്കെ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ചായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് ചർച്ച, കുറെ നേരം ആ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അവർ പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ സ്പെയിനിലാണ് പെർഫോം ചെയ്തത്, ഇവിടെ ഫാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു, പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു ഫാൻസ് മെക്സിക്കോത്തെ ഫാൻസിന്റെ ആ ഒരു എനർജിയും നെക്ക് ടു നെക്സ്, അതായത് ഒരേപോലെ ആയിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു അവർക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു ലാസ്റ്റ് പെർഫോമൻസ് ഇൻ ടു ദ സൺ ഒക്കെ ആയപ്പോൾ കരച്ചിൽ വന്നു എന്നുള്ള കാര്യം വിയും ജൂണൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ കലോറി ബേൺ ചെയ്യണേക്കാളും നമ്മളെ കൂടെ കളിച്ചിട്ടും പാടിയിട്ടൊക്കെ ഫാൻസിന്റെ കലോറി ആയിരിക്കും ബേൺ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം വി പറയുമ്പോൾ ജിൻ പറയുന്നുണ്ട് വീണ്ടും കലോറിന്റെ ചർച്ചയ്ക്ക് തിരിച്ചു പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വി അതല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വി പറയുന്നത് ജിമിനെ കുറിച്ചാണ്. ജിമിന് ഈ ഇടയായിട്ട് ഭയങ്കര ഇതാണ്, അറിവാണ് എന്നുള്ള കാര്യം. അതായത് ആള് ഭയങ്കരമായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ ജിമിന് ന്യൂസും കാര്യങ്ങളൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ജിമിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അറിവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വി പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവർ ഈ ഒരു ടോപ്പിക്കിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ജിമിന് ഒരു കാര്യം പറയും, അതായത് എങ്ങനെ നമ്മൾ ഈ ഒരു ഏലിയൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള അങ്ങനത്തെ ടൈപ്പ് ടോപ്പിക് ആണെന്ന് പറയുമ്പോൾ പിന്നെ അതിനെ കുറിച്ചായിട്ട് ചർച്ച, അതായത് ഏലിയൻസ് ഇവിടെ ഉണ്ടോ ഇല്ലേ അങ്ങനെയുള്ള കാര്യത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും, അതായത് ഈ ലോകത്ത് എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടായിരിക്കും, നമ്മൾ മാത്രമാവില്ല അങ്ങനെ ഒരു ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഉണ്ടാവുക ഏലിയൻസ്, അവരായിരിക്കും വേറെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഒരു ഗ്രഹത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവരായിരിക്കും ഈ ഏലിയൻസ് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ നേരം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏലിയൻസിനെ കുറിച്ച് പറയുന്ന യൂട്യൂബറെ വീഡിയോസ് ജിമിൻ കണ്ടത് പറയുന്നുണ്ട്, അയാളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അയാളെ വീഡിയോസിൽ അയാൾ ഇതിന്റെ ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഏലിയൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ കുറച്ചേരം കൂടി ചർച്ച ചെയ്തിട്ട് പിന്നെ അവർ പറയുന്നത്, അതായത് നംജും പറയുന്നുണ്ട് നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മളെ ഇതൊക്കെ പോണത്, ലൈഫ് എങ്ങനെയാണ് ഇപ്പത്തെ എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അതിപ്പോ എത്ര പറയാനുള്ള ദിവസം കാണണല്ലേ എന്ന് പറയുന്നുണ്ട്. നംജു പറയുന്നുണ്ട് നമ്മളല്ല പറഞ്ഞത്, നമ്മളെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരില്ല ലൈവ് കാണണം, അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഈ ഒരു മാസം ജിന്നും അതേപോലെ തന്നെ തേക്കും ഭയങ്കരമായിട്ട് ആഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഒഴിവേ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഇവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡായിട്ടൊക്കെ ചെയ്തോണ്ട് ഇഷ്ടമായി, പക്ഷെ ടൂർ കാരണം അങ്ങനെ എനർജി അല്ലാതെ ഇതാക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു മാസം അധികം ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടില്ല, ആകെ 2-3-4 പ്രാവശ്യമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ഞാൻ വീട്ടിലുണ്ടാക്കിയതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ആറും പറയുന്നുണ്ടോ അങ്ങനെയാണ് ചെയ്തത്, ഞാനും ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ വല്ലാതെ അങ്ങനെ നടക്കില്ല, എന്നാലും ഞാനും ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ജിന്ന് ഉണ്ടാക്കിയ ആ ഒരു ഫുഡിന്റെ റെസിപ്പീന്റെ കാര്യം പറയുന്നുണ്ട്. ഇനി ഇവർ വന്ന ഈ ഒരു ലൈവിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആയിട്ട് ഒരു പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു തേയാണ് ഇട്ടത്. ഇനിയിപ്പോ ഈ ഒരു അടുത്തായിട്ട് തേക്ക് ഭയങ്കരമായിട്ട് പിയാനോട് ഒബ്സഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇവരെന്നെ പറയുന്നുണ്ട് ഇപ്പൊ തേന്റെ പിയാനോ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ പിയാനോന്റെ പിന്നാലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെയൊന്നല്ല, നമുക്കിപ്പോ ഒരു ടൂറിന്റെ ഇടയ്ക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ഒരു പിയാനോ പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്നാലും എനിക്ക് പിയാനോ പ്ലേ ചെയ്യുന്ന ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അപ്പൊ ജിമ്മി ചോദിക്കുന്നുണ്ട് അതെന്താ ആ ഒരു ചിരി, അങ്ങനെ ചിരിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് അവർ യുങ്കിന്റെ ഗിറ്റാറിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ നംജും പറയുന്നത് എനിക്ക് ഗിറ്റാർ അങ്ങനെ പഠിക്കാൻ കഴിയണില്ല യുങ്കിയുടെ ചെയ്യുന്ന പോലെ, അതിനുള്ള ഒരു ക്ഷമല്ല എന്നുള്ള കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പറയുന്നുണ്ട് ഞാനും ജങ്കുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം
ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ബാൻഡ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇവരിങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബാൻഡ് ഉണ്ടല്ലോ, തേയും ചിന്നേട്ടനും പിയാനോ, അതേപോലെ തന്നെ ജെ ഹോപ്പ് ഡ്രംസ്, യുങ്കിയേട്ടൻ ഗിറ്റാർ, അങ്ങനെ ജങ്കുക്കി വേറെ എന്തോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബാൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സൂപ്പർ ബാൻഡിൽ പോയിട്ട് നമ്മൾ ഡെബ്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പറയുമ്പോൾ നമുക്കും ചോദിക്കുന്നുണ്ട് എത്രാമത്തെ വയസ്സിൽ, 60ാമത്തെ വയസ്സിലിരിക്കുമ്പോൾ തേ ചിരിച്ചിട്ട് ആന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ തേങ്ങ് നമുച്ചിനോട് പറയുന്നുണ്ട്, ഏട്ടാ ഒരു ടോപ്പിക്ക് തീരുമാനിക്കുക, അതായത് ആർമീസിനോട് പറയാൻ പറഞ്ഞാണല്ലോ, അപ്പോൾ ഒരു ടോപ്പിക്ക് തീരുമാനിക്കുക, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്രീനിക്ക് നോക്കാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏട്ടനുള്ള വല്ല ടോപ്പിക് ഉണ്ടെങ്കിൽ പറ എന്ന്, ഞങ്ങൾ അതിന്റെ ഒരു പരിഹാരം ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞുതരാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ നംജൻ വല്ലാത്തൊരു ചർച്ചയാണ് എടുത്തിട്ട് കൊടുക്കണം. അതായത് ട്രോളി ഡിലമ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ട്രെയിൻ ഓടിച്ചു വരികയാണെങ്കിൽ നമുക്ക് അറിയണ ഒരു 5 ആൾക്കാരെ നമുക്ക് അറിയാത്ത ഒരു 5 ആൾക്കാരെ ഒരു സൈഡ് കെട്ടിയിട്ടിട്ടുണ്ട്, നമുക്ക് അറിയണ ഒരാളെ ഒരു സൈഡ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രെയിന് 2 സൈഡിൽ ഒരു സൈഡിലേക്ക് തിരിക്കണം. അങ്ങനെ ഏത് സൈഡിലേക്കാ തിരിക്കുക, നമ്മൾ ആ 5 ആളെ കൊല്ലോ അഥവാ നമുക്ക് അറിയണ ആ ഒരാളെ കൊല്ലോ, എന്താണ് ചൂസ് ചെയ്യാന്നുള്ള കാര്യത്തിൽ. അപ്പൊ അത് തേനോടെ ചോദിക്കണേ. തേ ഈ കാര്യത്തിൽ പറയുമ്പോൾ തേ പറയണേ, ഞാൻ എനിക്കറിയാത്ത, ഞാൻ ഇതുവരെ കാണാത്ത 5 ആളെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. കാരണം എനിക്കറിയണ എൻ്റെ ഒരു അത്ര അടുത്തൊരു ഫ്രണ്ടൊക്കെയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവർ പിന്നെ ആ ഒരു ഫ്രണ്ട് ജിമിനായിട്ട് കാണാൻ പറയുന്നത്. അങ്ങനെ ജിമിനായിട്ട് പറയുമ്പോഴും തേ പറയുന്നുണ്ട് ഞാൻ 5 ആളെ ചൂസ് ചെയ്യും, ജിമിനെ ഒരിക്കലും ചൂസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി അതൊരു 10 ആളാവുകയാണെങ്കിൽ അപ്പോഴും ജിമിനെയാണോ അവരെയാണോ ചൂസ് ചെയ്യുക കൊല്ലാന്ന് പറയുമ്പോൾ അപ്പോഴും തേ പറയുന്നുണ്ട് ഞാൻ ആ 10 ആളെ കൊല്ലാൻ ചൂസ് ചെയ്യും, എനിക്ക് അവരെ അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ 100 ആളെ പറയും, 1000 ആളെ പറയും, അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊക്കെ തേ പറയുന്നുണ്ട് ഞാൻ അവരെ കൊല്ലും, ജിമിനെ ഞാൻ ഇതാക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജിമിൻ പറയേ, എടാ അത് 100 ആകുമ്പോ ഞാൻ തന്നെ അവിടുന്ന് വിളിച്ചറിയും, വേണ്ടടാ എന്നെ രക്ഷിക്കേണ്ട അവരെ രക്ഷിക്കുന്നുള്ള ഞാൻ വിളിച്ചറിയുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എത്രയായിട്ടും തേ ഈ ഒരാളെയാണ് ചൂസ് ചെയ്യണത്. അപ്പൊ അവര് തേനോട് പറയണ്ട, അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കോണ്ടാക്ട് ഉള്ള ഒരാളും ഈ ഒരു 5 ആളാണെങ്കിൽ അപ്പോഴും തേ ആ ഒരു 5 ആളെ ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു തിയറീന്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് തേ എത്ര പറഞ്ഞാലും തേ ഈ ഒറ്റ ആളെ തേ പറയണ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയണ ഒരാളെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് അറിയാത്ത ആൾക്കാരെ ഇതാക്കാൻ പറ്റുള്ളൂ, കാരണം ഇനിയിപ്പോ അങ്ങനെ അവരാരായാലും പോലും എനിക്ക് അറിയില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സമയത്ത് പിന്നെ സംഭവം പറയുന്നുണ്ട്, ജിമിൻ ഒറ്റയ്ക്ക് ഈ സൈഡ്, ബാക്കി ലോകത്തുള്ള എല്ലാവരും ഇപ്പോഴത്തെ സൈഡ് ആകുമ്പോൾ നീ ആരെ ചൂസ് ചെയ്യുമ്പോൾ തേ പറയുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ ഈ സൈഡ് നിങ്ങളും ഇവരെല്ലാവരും വല്ല അപ്പൊ പിന്നെ ജിമിനെ ചൂസ് ചെയ്യും കൊല്ലാന്നുള്ള അങ്ങനത്തെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടൈപ്പ് ഫാന്റസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ഫാന്റസീന്റെ കാര്യം പറയുമ്പോൾ ജിൻ പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും, അതായത് ഇപ്പൊ തേ ഒരു എന്തെങ്കിലും ഓടിച്ച് എന്റെ ഫ്രണ്ടിക്ക് വരികയാണെങ്കിൽ ഞാൻ അതായത് അവനൊരു ഇതില്ലാതെ വരികയാണെങ്കിൽ ഞാൻ അവന് കൊല്ലാൻ നിന്ന് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്ന പറയുമ്പോൾ ജിൻ പറയുന്നുണ്ട് അതെന്തിനാ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കണം, ഞാൻ അങ്ങനത്തെ ഒന്നും ഫാന്റസൈസ് ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നാളെ എന്താ സംഭവിക്കാൻ പോണേ, നാളെ എന്നെ പോലെ ചെയ്യാൻ പറ്റിയ പെർഫോമൻസ്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് അത് നമ്മൾ റിയാലിറ്റി അല്ല, അല്ലാതെ ഫാന്റസി അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തേയും ജിന്നും അവരിങ്ങനെ ഫാന്റസി ആയിട്ട് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ തേ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ചിലപ്പോൾ ഞാനും ജിമ്മിനും കൂടി തല്ല് കൂടി കഴിഞ്ഞാല് ഞാൻ അവനെ ഇതെടുത്ത് അടിച്ച് അവനെ ഇതാക്കാൻ നിൽക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഫൈറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് ശരിയാണ്, ഞാൻ ജങ്കൂക്കായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവനെ എങ്ങനെ ഡോഡ്ജ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പൊ ആരും പറയുന്നത് ഞാൻ ഈ പോക്കിമാനൊക്കെ റിയാലിറ്റിക്ക് വന്ന എന്താവും എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഫാന്റസൈസ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ജിമിൻ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ഫാന്റസൈസ് ചെയ്യണമെന്നുള്ള ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ജിന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഉറക്കം വരാതിരിക്കുമ്പോൾ നമ്മളെ ഷീപ്പിനെ കൗണ്ട് ചെയ്യല്ലേ ചോദിക്കില്ല, അതായത് ഒരു ഷീപ്പ് ഒരു ആട് രണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഓരോന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുന്നുള്ള അങ്ങനെ കൗണ്ട് ചെയ്യാറില്ലേന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നമുക്ക് പറയേണ്ടത് ചിലപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് തീരെ ഉറക്കം വരാതിരിക്കല ചെയ്യാറ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തെയ്യം പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുക ഷീപ്പിന്റെ ബാക്കിൽ ഒരു റോക്കറ്റ് ഇട്ടിട്ട് അതിനെ പറത്തി വിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു കൗണ്ട് ചെയ്യുമ്പോഴുള്ള ചിന്തകൾ എന്റെ അതായിരിക്കും, അപ്പൊ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും കണ്ടോണ്ട് ഉറങ്ങണ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജിന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരില്ല എന്ന് പറയുന്നത്. തെയ്യം അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷെ ജിമിന്റെ യുങ്കിന്റെ ഒന്നും കാര്യത്തിൽ അങ്ങനെയല്ല, അവരെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ഉറങ്ങും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ജിമിനും തന്നെ അങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ശരിയാണ്, ജിമിൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങും, യുങ്കി അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇവർക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ആരം പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു 4 ഹവേഴ്സും 14 ഹവേഴ്സും ഉറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടായാലും നമുക്ക് ടയേർഡ് ആവുമല്ലോ നമ്മള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ഉറക്കത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ ഒരു 4 ഹവേഴ്സിന്റെയും 14 ഹവേഴ്സിന്റെയും സംഭവം നമുക്കും പറയുന്ന സമയത്ത് കുറെ അബ്സേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഓപ്ഷൻസ് തരാണ്, 4 ഹവേഴ്സ് ഉറങ്ങണം 14 ഹവേഴ്സ് ഉറങ്ങണം. അപ്പൊ നമുക്ക് 4 ഹവേഴ്സ് ചൂസ് ചെയ്യണം, പക്ഷെ ജിന്ന് 14 ഹവേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ 4 ഹവേഴ്സേ ഉറങ്ങണുള്ളെങ്കിൽ നമുക്ക് നല്ല ബെഡും നല്ല ഇതായിരിക്കും, എന്നാൽ 14 ഹവേഴ്സ് ഉറങ്ങുമ്പോൾ നമുക്ക് ബെഡില്ല. അപ്പൊ എങ്ങനെ ചോദിക്കണം, അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് കൂടെ നമ്മൾ ഉറങ്ങുമ്പോൾ ഓരോന്ന് ശല്യം ചെയ്യും, കൂറ വരും, അല്ലെങ്കിൽ നമ്മൾ ചെവിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് നീ എന്ത് ഓപ്ഷൻ പറഞ്ഞാലും നിനക്ക് മാത്രമാണ് ഇതായിട്ടുള്ള ഓപ്ഷൻസ് പറയുന്നത്, അല്ലാതെ എന്റെ ഈ ഉറക്കത്തിന് നല്ലതായിട്ടുള്ള ഒരു ഓപ്ഷനും നീ പറയുന്നില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ട് ജിന്ന് ഇതാക്കുന്നുണ്ട്. പിന്നെ ജിന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എത്ര ഉറങ്ങിയാലും ഈ ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എണീക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമുജിനും തന്നെ ഉറക്കത്തിൽ
ഉറക്കത്തിനോട് സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജിന്ന് നാള് ലാസ് വേഗാസിലായിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ എന്തോ ആരോ കൂർക്കം വലിക്കുന്ന സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. അതായത് എന്താ അത് മേലേന്നാണോ താഴേന്നാണോ അപ്പുറത്തെ റൂമിന്നാണോന്നും അറിയില്ല. ജിന്നിന് അങ്ങനെയാണ്. അതായത് എന്താ തന്റെ റൂമിൽ അല്ലെങ്കിൽ പോലും അടുത്തുള്ള അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് തന്നെ സൗണ്ട് കേട്ട ആൾ ഉറങ്ങൂല. പിന്നെ അതേപോലെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ജിന്ന് പണ്ടത്തെ നമ്മൾ ആ ഒരു എന്താ ഇവരെ ഡോംസിൽ കഴിഞ്ഞപ്പോൾ നംജിന്റെ ആ ഓർക്കത്തിൽ എണീപ്പിച്ചിട്ട് കൊതുകിനെ നോക്കണ ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ നാളെ റൺ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആ സെയിം സ്റ്റോറി പിന്നെ പറയാൻ നിൽക്കുമ്പോൾ എന്താ നംജുൻ പറയുന്നുണ്ട് ഏട്ടാ ഇനി വേണ്ട പറയണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നംജിന് അതിനെ കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞാൽ അവർ അതിനെ കുറിച്ച് പറയും ചെയ്യാം. ലൈറ്റിംഗ് ഒക്കെ കാണിച്ചിട്ട് നംജിനെ വീണ്ടും കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സ്റ്റോറി പറയും തോറും ഇതിന്റെ ഒരു ഫണ്ണിനെസ് കൂടി വരികയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നംജിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഉറക്കത്തിന്റെ കാര്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ പല കഥകളാണ്. അപ്പോൾ എന്താ അതേപോലെ തന്നെ ഹോട്ടലിൽ കിടക്കുമ്പോൾ ഉറക്കം വരാത്ത അങ്ങനത്തെ ഓരോരോ സിനാരിയോസും സംഭവങ്ങളും അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചർച്ച കഴിഞ്ഞിട്ട് പിന്നെ അവര് അരിയാണോ കൊക്കക്കോളയാണോ ഇഷ്ടം, അതായത് കൊക്കക്കോളേന്റെ ബ്രാൻഡ് അംബാസഡറാണോ തേ, അങ്ങനത്തെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ ഈ ഒരു യൂവേഴ്സിൽ തേ പറയുന്നുണ്ട് ഈ കമന്റ്സ് നോക്കണേക്കാളും നല്ല ഫാൻസ് ഇടുന്ന ലെറ്റേഴ്സ് മെസ്സേജസ് സംഭവങ്ങൾ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ അത് നോക്കാൻ നല്ല പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ തേക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിൽ ജിന്ന് പറയുന്നുണ്ട് ഒരുപാട് വ്യൂവേഴ്സ് ഒക്കെ അപ്ഗ്രേഡ് ആയി പോയപ്പോൾ നമുക്കൊന്നും എന്താ അങ്ങനെയൊന്നും മനസ്സിലാവില്ല എന്ന് ആരും പറയുന്നുണ്ട്. ആ സമയത്ത് ജിന്ന് ഇതേപോലെ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഈ നമ്മളെ ഈ ഒരു ഐഡി വെച്ചിട്ട് വേറെ ഗ്രൂപ്പുകൾ ഇതിലൊന്നും കയറാൻ പറ്റില്ല, അതൊക്കെ എന്താന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജിമിൻ ചോദിക്കുന്നുണ്ട് സത്യം പറ ഏട്ടൻ എവിടെ കയറാൻ നോക്കിയത് സത്യം പറയില്ല. ജിന്നു പറയുന്നുണ്ട് അതിപ്പോ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കുന്നത്. ജിമിൻ പറയുന്നുണ്ട് എന്നാലും പറ ഗേൾ ഗ്രൂപ്പിന്റെ ഇതിൽ കയറാൻ നോക്കിയതാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൽ ജിന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ ടെക്സ്റ്റിന്റെ ഇതിൽ കയറാൻ നോക്കിയ പക്ഷെ എനിക്ക് കഴിയണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നംജു ഇവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അതിന് നമ്മൾ വേറെ ഉള്ളവരേൽ കയറുന്നത് അതായത് അത് അവരുടെ ഒരു സ്പേസ് അല്ല, അപ്പൊ അവിടെ നമ്മൾ കയറി ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നമ്മൾ അതിൽ ചെയ്താൽ പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിമിനും ഇതേപോലെ തന്നെ നമ്മളതിൽ ഫോക്കസ് ചെയ്താൽ പോലെ ഏട്ടൻ ആർമീസിനെ നോക്കിയാൽ പോലെ എന്നുള്ള കാര്യമൊക്കെ ജിമിനും പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് അതാടാ നീ അങ്ങനെ പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ അങ്ങനത്തെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണം നംജും കുറച്ച് കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. ഒരാൾക്ക് ജോലി കിട്ടിയ കാര്യം പറയുന്നുണ്ട്, അതിൽ അവർ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് വെയിലിന്റെ സൗണ്ട് AI ആക്കിയിട്ട് മീൻസ് അതിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിമിൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താൻ കുറെ ഫുഡ് കഴിച്ചതുകൊണ്ട് പ്രശ്നമാണ്, നാളെ അങ്ങനെ കഴിക്കില്ല അങ്ങനത്തെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് നീ ടെൻഷൻ അടിക്കേണ്ട, ഉറങ്ങി നീക്കുമ്പോൾ അതൊക്കെ ശരിയാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിമിൻ പാരീസ് ഫാഷൻ വീക്കിൽ ഡിയോറിന്റെ അതിൽ പോയ ഒരു സംഭവത്തിനെ കുറിച്ച് കമന്റ് ഇടുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ജിമിനെ കാണാനുള്ള ഒരു കമന്റ് ഇടുന്നുണ്ട്. നംജും വായിക്കുന്നുണ്ട്. അപ്പൊ ജിമിൻ താങ്ക് യു പറയുന്നുണ്ട്. അവരെല്ലാരും പറയുന്നുണ്ട് അപ്പൊ ജിമിൻ നല്ല രസം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ കോട്ടീസിലെ മെമ്പേഴ്സ് വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ജിമിന് അവരായിട്ട് കണ്ട ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എന്താ ജിമിൻ പറയുന്നുണ്ട് അവര് നല്ല ഹൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ എന്താ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമിൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഹീലുള്ള ഷൂസ് ആയിരുന്നു ഇട്ടിരുന്നത്, എന്നാൽ പോലും അവര് ഹൈറ്റ് നല്ല ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര മെലിഞ്ഞിട്ടാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ട്. എന്താ അപ്പൊ നംജും പറയുന്നുണ്ട് നമ്മളും ചെറുതാകുമ്പോൾ മെലിഞ്ഞിട്ടന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നംജും പറയുന്നുണ്ട്. പിന്നെ അവർ ഇവരെ നീളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ മാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നംജും പറയുന്നുണ്ട് അവൻ നല്ല ഹൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവന്റെ ഹൈറ്റിനെ കുറിച്ച് എത്ര ഉണ്ടെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ അന്തം വിടുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നംജും പറയുന്നുണ്ട് ഞാൻ തന്നെ ഇങ്ങനെ മേലേക്ക് നോക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ അവനെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യാറ് എന്നുള്ളത് നംജും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ജിന്ന് അത് ശരിയാവില്ല, നമ്മൾ സീനിയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിൻ്റെതായ പ്രൈഡ് ഇല്ല, ഇനി മുതൽ അത് ശരിയാവില്ല, നീ അവനെ കാണുമ്പോ ഇനി അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നീ ഒരു ചെയർ എടുത്ത് കൊടുന്നിട്ട് ചെയർ വെച്ച് അതിൽ കയറി നിന്നിട്ട് വേണം ഹലോ മാർട്ടി എന്ന് പറയാൻ, ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് ജിൻ പറയുന്നുണ്ട്. അപ്പൊ ജിൻ ഇത് പറയുമ്പോ തേ പറയുന്നുണ്ട് അതിന് പകരം അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചെയ്തൂടെ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ചോദിക്കണ്ട. അപ്പൊ ജിൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ അത് നിർബന്ധിച്ച് ചെയ്യണ പോലെ ആവൂലേ, അത് വേണ്ട, ഇവൻ കസാരയും കൊണ്ട് നടന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ഉടനെ എല്ലാവരും സംസാരം നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്യാമറയ്ക്ക് നോക്കിയിട്ടുണ്ട്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ സംസാരം നിന്നില്ല, ഇനി നമുക്ക് ലൈവ് ഇവിടെ നിർത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ സമയത്ത് ജിം പറയുന്നുണ്ട് അത് ഈ ബീജ് നിന്നോണ്ടാണ് നമ്മൾ ഈ സംസാരം നിന്ന് അതിന്റെ ഒരു ഫ്ലോ പോയത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇവന്റെ കുറ്റാണെന്ന് പറഞ്ഞിട്ട് തേനെ കാണിക്കുന്നുണ്ട്. അതിൽ തേ പറയുന്നുണ്ട് എങ്ങനെ എന്റെ കുറ്റം, ഇതൊക്കെ ആർമീസിന്റെ കുറ്റാണ്, അവർ നല്ലൊരു ഫണ്ണായിട്ടുള്ള ടോപ്പിക് തരാത്തോണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിമിൻ ചോദിക്കുന്നത് നീ ഇപ്പൊ ആർമീസിന്റെ കുറ്റം പറയണോ ചോദിക്കുന്നത്. തേ പിന്നെ അവരെ കുറ്റം തന്നെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരം നിർത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ തേ പറയണ്ട അല്ല ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ, പോസ്റ്റുകളൊക്കെ നല്ല ടോപ്പിക് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പൊ ജിന്ന് തേനോട് നിനക്ക് ഇപ്പൊ ഈ ഡിബേറ്റ് ചെയ്യണമെന്ന് എത്ര നിർബന്ധം എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തേ നല്ല രസമല്ലേ എന്ന് പറയുന്നുണ്ട്. ജിമിൻ അപ്പൊ നിന്റെ മനസ്സിൽ ടോപ്പിക് ഒന്നില്ലെന്ന് ചോദിക്കണ്ടേ, തേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ജിമിൻ ഒരു ടോപ്പിക് എടുത്തിരുന്നുണ്ട്, പക്ഷെ ആ ടോപ്പിക്ക് തേക്ക് മനസ്സിലാവില്ല, തേ അന്തമിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നംജും വേറെ ടോപ്പിക് എടുത്തിട്ടുണ്ട്, അതായത് ഇപ്പത്തെ മെമ്മറീസ് എല്ലാതും വെച്ചിട്ട് പാസ്റ്റിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ടൈപ്പ് ടോപ്പിക്. അതിൽ ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ ഒരുപാട് ചർച്ച വരുന്നുണ്ട് കേട്ടോ. പാസ്റ്റിൽ അതായത് ഇപ്പത്തെ മെമ്മറീസ് ഒക്കെ വെച്ചിട്ട് പാസ്റ്റിൽ പോകുമ്പോൾ എങ്ങനെയാവുന്നുള്ള ഇപ്പോൾ അപ്പൊ നമ്മൾ ഈ പ്രസന്റ് മാറൂലേ, ഇപ്പൊ ഈ ഒരു ഫ്യൂച്ചർ മാറി ഇതാവൂലേ എന്നുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ബിറ്റ് കോയിനിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇടുക, അതേപോലെ തന്നെ സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പൈസ ഉണ്ടാക്കാനുള്ള കുറെ ഐഡിയാസ് പറയുന്നുണ്ട് അതിൽ. നമുക്കും പിന്നെ പൈസേന്റെ കാര്യം തന്നെ പറയുന്നുണ്ട്, കുറെ പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പൊ ജിബിൻ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പൈസേന്റെ ഇത് മാത്രമായി മാറൂലേ, നമ്മളെ ലൈഫ് തന്നെ മാറിപ്പോകൂലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവര് നംജുൻ അങ്ങനെ പൈസേന്റെ കാര്യം പറയുന്നതിനെ കളിയാക്കണേ. നംജുൻ പൈസ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് നിനക്ക് എന്തിനാണ്, നിനക്ക് ഇവിടുത്തെ ഒക്കെ ബിൽഡിംഗ് വാങ്ങിച്ചേക്കാനാണ്, അങ്ങനെയാണെങ്കിൽ നീ ഇവിടുത്തെ ഫുള്ള് ബിൽഡിംഗ് നീ വാങ്ങിക്കാലോ, അങ്ങനത്തെ കുറെ കളിയൊക്കെ ഉണ്ട് നംജുനെ ആ കാര്യം പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് അവിടേക്ക് ജങ്കൂക്ക് വരുന്നുണ്ട്. ജങ്കൂക്ക് വരെ ഒരു ലൈവ് കണ്ടിട്ട് തന്നെ വിട്ട വരുന്നത്. അപ്പൊ ജങ്കൂക്ക് വരുന്ന സമയത്ത് ജിന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ലൈവ് ഓഫ് ആക്കി പോയാലോ ഇവൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജങ്കൂക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ വരും എന്തൊക്കെയാ പറയണെന്നുള്ള ജങ്കൂക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് അവർ ആ ഒരു ഇതിനെ കുറിച്ച്, അതായത് ഓപ്ഷൻ കൊടുക്കുമല്ലോ, ഒരാള് ഇപ്പുറത്തും മറ്റേ 5 ആൾ അപ്പുറത്തും ആയിട്ടുള്ള ആ ഒരു സമയം അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമിന് ഇപ്പുറത്തും ബാക്കി 5 ആൾ ഇവിടെ ആകുമ്പോൾ നീ ആരെ ചൂസ് ചെയ്യുന്നത് ജങ്കൂക്കിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജങ്കൂക്ക് പറയുന്നുണ്ട് ജിമിനെ ചൂസ് ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പൊ 100 ആൾ ഇപ്പുറത്തും ജിമിന് അപ്പോഴും ജിമിനെ ചൂസ് ചെയ്യുന്ന പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് 10,000 ആവും, മില്യൺ ആവും എന്നൊക്കെ പറയുമ്പോൾ ജങ്കു പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയി എന്നെ ഒരു തെണ്ടിയാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക്, ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം ജങ്കുക്ക് പറയുന്നുണ്ട്. അങ്ങനെ ജങ്കുക്ക് എണീറ്റിട്ട് ഈ ക്യാമറ വെച്ച് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ശരിയാക്കാൻ പോകുന്നുണ്ട്. ശരിയാക്കുമ്പോൾ അവിടെ മാക്രോൺസ് ഉണ്ട് എടുത്തരാൻ പറഞ്ഞിട്ട് ജങ്കുക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നംജുൻ ഇങ്ങനെ കുളിക്കാൻ പോകണം, ലൈവ് ഓഫ് ആക്കല്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവരെ മനസ്സിൽ. ജിന്നിന്റെയും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ജിന്ന് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ വേണ്ട പോണ്ട എന്നുള്ള തരത്തിലാണ്. പക്ഷെ ജിന്നിനും പോകണം. അങ്ങനെ നംജുനും ജിന്നും അവിടെ നീക്കിയാണ് കേട്ടോ ഈ ഒരു ഇതും കൊണ്ട്. അപ്പൊ അവരെന്താണ് നീക്കുമ്പോൾ ജങ്കുക്ക് ഈ ഒരു ക്യാമറയും കൊണ്ട് അവരെ പിന്നാലെ പോവാണ്. അതിൽ നംജുനോട് ഇവിടെ തന്നെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. നംജുൻ എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. നംജുന്റെ ഫോണിലാണ് ഇവർ ലൈവ് പോയിട്ടുള്ളത്. അപ്പൊ നംജുൻ പറയുന്നത് എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നംജുന്റെ ഫോണിലാണ് ലൈവ് പോയിട്ടുള്ളത്. അപ്പൊ ആ കാര്യം പറയുന്നുണ്ട്, എന്റെ ഇന്നത്തെ ചാർജ് കഴിയാനായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തേക്ക് അവിടെ ഇരുന്നിട്ട് നംജുൻ എങ്ങനെ കുറ്റം പറയുന്നത്, ഞങ്ങൾക്ക് ആർമിസിനെ കാണണം, കുറെ സംസാരിക്കണം, നംജുനേട്ടൻ അവരിട്ട് പോവുകയാണല്ലോ, ഭയങ്കര സാധനം, അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതിൽ നംജുൻ അതിന് മറുപടി പറയുന്നുണ്ട്. പിന്നെ ജെക്കെ അവിടെ വന്നിരുന്നിട്ട് എല്ലാവർക്കും ഒരു ബൈക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നംജുൻ എന്നിട്ട് ഈ ഒരു ലൈവ് എൻഡ് ചെയ്യുമ്പോൾ പറയുന്നത് ഇനി ജങ്കുക്കിന്റെ ഫോണിൽ നിന്ന് അവർ വന്നോളൂ ലൈവ് എന്നുള്ള കാര്യം കൊണ്ടാണ് നംജുൻ ഈ ഒരു ലൈവ് എൻഡ് ചെയ്യണത്. പക്ഷെ പിന്നെ ആ ലൈവ് പിന്നെ അവർ വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ലൈവ് വന്നിരുന്നു. ഇന്ന് ജങ്കുക്ക് 3 ലൈവാണ് വന്നിട്ടുള്ളത്. ഏകദേശം എല്ലാതും 1.5 മണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെ നീണ്ടുന്ന വലിയ ലൈവുകളായിരുന്നു. ഇപ്പൊ ഇന്നലെ ഈ ഒരു ലൈവിൽ ഇവരെ കൂടെ വരാൻ വന്ന ടൈമിൽ എൻഡിങ്ങിൽ ജങ്കുക്കിന് 8 പോയതിനുള്ള ലൈവ് മൊത്തം ജങ്കുക്കിന് വന്നിട്ടുണ്ട്. ഇനി ഇന്നലെ ആ ലൈവ് ഓഫ് ആക്കിയതിന്റെ വേറെ കോമഡി എന്താന്ന് വെച്ചാൽ അവിടെ നംജുനും ജിന്നും ഒരുമിച്ച് നീച്ചിട്ട് നംജുൻ അങ്ങനെ കുറ്റം പറയണ്ടത്, നംജുൻ ലൈവ് ഓഫ് ആക്കാൻ പോണത് മോശമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജിന്നാണ് ആദ്യം അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നിൽക്കണെന്നുള്ളത് ഇവിടെ ബാക്കി നമ്മുടെ തേയും ജിമിനും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നലെ നടന്ന ലൈവിലുണ്ടായിരുന്ന സംഭവങ്ങൾ. ഇന്ന് ജങ്കുക്ക് 3 ലൈവ് വന്നതുകൊണ്ട് തന്നെ ആ ലൈവിന്റെയും ട്രാൻസ്ലേഷൻ ചെയ്യണം. ഇനി ഈ ലൈവിന്റെ ട്രാൻസ്ലേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി ജങ്കുക്കിന്റെ ലൈവിന്റെ